ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എഗെയിൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് എൻ്റെ മോൾക്ക് വാങ്ങിയിട്ടുള്ള കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. മുന്നൊരു വീഡിയോയിൽ രണ്ട് ബേബീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നല്ല ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കുന്ന സമയത്തും ഞാൻ അത് വാഷ് ചെയ്തിട്ടുള്ള ഒരു ആഫ്റ്റർ റിവ്യൂ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബേബി ഗേളിന് വാങ്ങിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഒപ്പം തന്നെ അതിന്റെ ആഫ്റ്റർ റിവ്യൂ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു വീഡിയോ ചെയ്യാന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ജംപ് സ്യൂട്ട് ആണ് കേട്ടോ. അതിന്റെ കൂടെ വന്നിട്ട് ഒരു ക്യാപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ഫുൾ ചെക്കഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. റൗണ്ട് നെക്കാണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്ലീവ്ലെസ് ആണ് അതിന്റെ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബാക്ക് സൈഡിൽ വന്നിട്ട് നമുക്ക് സിബ് ആണ് കൊടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കണക്കായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് വന്നിട്ട് ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഒരു നീലം ടോണാണ് ഒരു സൈസ് വരുന്നുള്ളൂ. ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് രണ്ട് ബോയ് ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞു തരാം. ഇതൊരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. ആൻഡ് ഇതിന്റെ കൂടെ വന്നിട്ട് നമുക്കൊരു ക്യാപ്പ് കിട്ടുന്നുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാപ്പ് തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ വന്നിട്ട് കണ്ടില്ലേ ഒരു ബോയ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പക്ഷേ ഈ ഒരു ക്യാപ്പിന് വന്നിട്ട് കുറച്ച് സൈസ് കൂടുതലായിരുന്നു മോളിന്റെ. അതുകൊണ്ട് തന്നെ മോൾക്ക് ഈ ഒരു ക്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇത് ഫുൾ സെറ്റ് ആയിട്ട് ഇടാനായിട്ട് പറ്റില്ല. അതിന്റെ കൂടെ ഞാൻ വേറൊരു വെച്ചിട്ടാണ് ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഒരു പാർട്ട് എന്താണ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കേട്ടോ. കാരണം ഈ ഒരു ക്യാപ്പിന്റെ ബോ വന്നിട്ട് ഈ ഒരു കളറാണ്. ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു ഡ്രസ്സിൽ വന്നിട്ടുള്ള ഈ ഒരു ജംസ്യൂട്ടിൽ വന്നിട്ടുള്ള ഫ്രണ്ടിൽ വന്നിട്ട് ഈ ഒരു രണ്ട് കണ്ടോ, ഈ ഒരു ഓറഞ്ച് ടൈപ്പ് സാധനം അവിടെ വന്നിട്ട് രണ്ട് ബോയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് വന്നിട്ട് ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കളറായിട്ട് എനിക്ക് തോന്നി. ഇതൊരു ടൈപ്പ് ഓറഞ്ചും ഇതൊരു ടൈപ്പ് യെല്ലോ കളറും ആണ്. ഇത് നന്നായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കളർ എനിക്ക് മൊത്തത്തിൽ ആ ഒരു ബോയും കൂടി വന്നപ്പോൾ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് തോന്നി. സോ ഞാൻ ആ രണ്ട് ബോയും റിമൂവ് ആക്കിയിട്ടും എന്നിട്ട് ഇങ്ങനെ വെച്ചു. പക്ഷെ ഇതും കൂടി കട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി വൃത്തികേടായാലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാൻ ആ ഒരു ബോ മാത്രമാണ് എടുത്ത് മാറ്റിയത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ആ ഒരു ഭാഗം മാത്രം ഇഷ്ടമില്ല. പക്ഷെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും മോളിറ്റിട്ടുള്ള ഒരു കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ്. ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. വാഷ് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതിന്റെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 0 to 2 months ആണ് കേട്ടോ. 5 years വരെയുള്ള സൈസസ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഞാൻ ചില സമയത്തുണ്ടല്ലോ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് പല പ്രൊഡക്റ്റും നല്ല പ്രൊഡക്ട്സ് ഒക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറുണ്ട്. സോ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ലിങ്ക് ഒന്നും ആ സമയത്ത് ഷെയർ ആക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല റിവ്യൂസ് ഉള്ള അല്ലെങ്കിൽ ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും പേജിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാറുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ട് ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ കറന്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ആ സ്റ്റോക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് ആ ഒരു ഇത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതിന്റെ തന്നെ നല്ല റിവ്യൂസും മറ്റുള്ളവരൊക്കെ വാങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പേജിൽ കയറിയിട്ട് ഞാൻ ആ ലിങ്ക് എടുത്തിട്ട് ഷെയർ ആക്കാറുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വരെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒരു ലിങ്ക് തന്നെ ഞാൻ ഷെയർ ആക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു സ്പ്രിംഗ് റോംബറാണ് വന്നിരിക്കുന്നത്. ഈ ഇത് ഇതിൽ കാണിക്കുന്ന സമയത്ത്, അതായത് വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് എത്രത്തോളം എനിക്ക് മനസ്സിലാവുന്നു അതിന്റെയൊക്കെ എത്രയോ കൂടുതലാണ് കേട്ടോ ഇതിന്റെ ക്വാളിറ്റി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്ന് പറയാൻ. ഇതിൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്കൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ മോൾക്കാണെങ്കിലും വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ചില റോംബേഴ്സ് ഇങ്ങനത്തെ ഈ സ്പ്രിംഗ് റോംബേഴ്സ് ആയിക്കോട്ടെ നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ടൊക്കെ ചില റോംബേഴ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വാഷ് ചെയ്തിട്ട് പോലും തോന്നിയിട്ടില്ല. അതിന്റെ ആ ഒരു സ്പ്രിങ്ങും കാര്യങ്ങളും ഒന്നും ഇതാവുന്നില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിന്റെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സിബാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിബ് നമുക്ക് ഈസിലി ഓപ്പൺ ചെയ്യാനും നമുക്ക് ഇതാക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ്. താഴ്ഭാഗത്തും വന്നിട്ട് ഇതൊക്കെ ഫുൾ സ്ലീവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഈ ഒരു എൻ പൊസിഷനിലായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ആ ഒരു ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പുറത്തുള്ള ഈ ഒരു ക്വാളിറ്റി ആയിക്കോട്ടെ, ഈ തൊടുമ്പുള്ള ഈ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് ഉള്ളിലും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ജസ്റ്റ്
കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിലും അത് അതേ രീതിയിലുള്ള ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതിന്റെ പിന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ബേബീസിനും. പക്ഷെ രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മൾ ഓർഡർ ചെയ്തതിൽ നിന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഓർഡർ ചെയ്ത കളറേ അല്ല ഷെയ്ഡ് തന്നത്. പക്ഷെ എന്ന് വെച്ചിട്ട് നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ടൈപ്പ് ബ്രൗൺ ആൻഡ് വേറൊരു കളറാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടും കിട്ടിയത് ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണെങ്കിൽ പോലും ഇത് നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ട്, ഈ ഒരു ഓപ്ഷൻ ഞാൻ അതിൽ കണ്ടിട്ടേ ഇല്ല. ഒരു അവർ കൊടുത്തിട്ടുള്ള കളറിൽ ഇങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. എങ്കിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇതിന് മുന്നേ ഒരു റോംബർ ഇതുപോലെ വേറൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സമയത്ത് എനിക്ക് അതിന്റെ സിബ് ഭയങ്കരമായിട്ടൊരു ഹാർഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷെ കണ്ടോ, ഈസിലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഇതാക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ക്യാപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം കൊടുത്തൊക്കെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവം ഇതിന്റെ അകത്തും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതേ തന്നെയാണ്. മൊത്തത്തിലുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കുക. ഇത് നമുക്ക് യൂണിസെക്സ് ആയിട്ട് യൂസ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഇന്ന ഇതൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ സൈസ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സൈസ് ചൂസ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഇതുമില്ല. കാരണം ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ്, അങ്ങനെ ഒരു സംഭവം തന്നെയാണ് അതിലുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വന്നിട്ട് 257 റുപ്പീസ് ആണ് കേട്ടോ. ഈ ഒരു ലിങ്ക് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ 3 കളേഴ്സ് ആണ് ഉണ്ടാവുക. അതിൽ കൊടുത്ത കളേഴ്സ് അല്ല എനിക്ക് കിട്ടിയത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നല്ല ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, നല്ല ക്വാളിറ്റിയാണ്. ബേബീസ് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു കംഫർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി ആണെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇത് തോന്നുമല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10/10 ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു 3 പെയർ സോക്സ് ആണ് കേട്ടോ. ഇതൊരു പാക്കിൽ വരുന്ന ഒരു സോക്സ് ആണ് കേട്ടോ. ഈ 3 മൾട്ടി കളറിൽ ഒരു പാക്കിൽ വരുന്നത് തന്നെയാണ്. റെഡ് ആൻഡ് പിങ്ക് ബ്ലാക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഈ ക്വാളിറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതൊരു നീലത്തോളം വരുന്നത് ഒരു ലോങ് സോക്സ് ആണ്. ഞാൻ ഫസ്റ്റ് ഒക്കെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് ആയിട്ടുള്ള കുട്ടി സോക്സ് ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പൊ ഞാൻ ലോങ് സോക്സ് ആണ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലും കുറച്ചും കൂടി വലുതായിട്ടുള്ള, കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള സോക്സ് ഒക്കെ ഉണ്ട്. ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വരുന്ന വീഡിയോസിലായിട്ട് കാണിക്കാം. ആൻഡ് ഈ ഒരു കളർ വൈസ് ആണെങ്കിലും ഈ ഒരു ക്വാളിറ്റി വൈസ് ഒക്കെ ആണെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആൻഡ് ഇതിന്റെ വന്നിട്ട് വേറൊരു കളറിൽ വരുന്ന പിങ്ക്, അത് നല്ല അത്യാവശ്യം നല്ല എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു ബ്ലാക്ക്, അങ്ങനെ 3 വന്നിട്ട്. ഒരു ബ്ലാക്ക് ആണ് മോൾക്ക് ഞാനിപ്പോ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഇട്ടിട്ടാണെങ്കിലും ചില ബേബീസിനൊക്കെ ഈ കുത്തന ടൈപ്പ് അല്ലെങ്കിൽ നെറ്റ് ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഭയങ്കര കംഫർട്ടായിട്ട് തന്നെ ഒരു ഇട്ടിട്ടൊക്കെ അത് എത്ര ടൈം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെയും വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ 3 പെയർ ആയിട്ട് വരുന്നുണ്ട്. സിംഗിൾ പീസ് ആയിട്ടൊക്കെ വേറെ പേജസിലൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു 3 പെയർ ഒരുമിച്ച് വരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 313 റുപ്പീസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു 10/10 ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഓക്കെ, മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നതും ബേബി ഗേൾസിനൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ടർപ്പൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഇത് മീഷോയിൽ നിന്ന് ഞാൻ എടുത്തത് ഈ ഒരു 4 പെയർ ഒരുമിച്ച് വരുന്ന ഒരു എന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെയർ ആക്സസറീസ് ആയിക്കോട്ടെ, ഇതുപോലത്തെ ടർബൺ കാര്യങ്ങളൊക്കെ മീഷോയില് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഈ ഒരു 4 ഡിഫറെന്റ് കളറിൽ വരുന്ന ഒരു ടർബൺ ആണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം ഇതിന്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇതിന്റെ കളർ വൈസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബോയ് തന്നെയാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു കളറിലുള്ള ബോ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഒരു യെല്ലോ ആൻഡ് ഒരു പിങ്ക് കളർ, പിന്നെ വന്നിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ, പിന്നെ ഒരു റെഡ് കളർ, അങ്ങനെ ഈ 4 സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. ഞാനിത് ഇതൊരു സിംഗിൾ പീസ് അല്ലെങ്കിൽ അങ്ങനെ 2 പീസ് ആയിട്ടുള്ളതൊക്കെയാണ് ഞാൻ മീഷോയിൽ കുറേ അധികം കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ.
പക്ഷെ ഇത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതിന്റെ ഒരു 2 പീസ് അല്ലെങ്കിൽ 3 പീസ്, മാക്സിമം പോയാൽ 3 പീസ് അല്ലെങ്കിൽ 1 പീസ് ഒക്കെ ആയിട്ടായിരുന്നു, പീസ് റേറ്റ് ആയിരുന്നു അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതേപോലെ കുറേ നോക്കിയപ്പം വേറെ ഒരു പേജിൽ നിന്നാണ് എനിക്ക് ഈ ഒരു 4 ഒരുമിച്ചുള്ളത് കിട്ടിയത്. ഈ ഒരു പേജിൽ നിന്നാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ വാങ്ങി ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഏതോ വെച്ചിട്ട് 4 പെയറിന്റെ ഒരു ലിങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ പോലും ഈ 4 കാണുന്നില്ല. ഇങ്ങനെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലിങ്ക് തന്നെ ഞാൻ മാക്സിമം ഷെയർ ആക്കാനായിട്ട് നോക്കാം കേട്ടോ. എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കറിയാം ബേബി ഗേൾസിനാവുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ആക്സസറീസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ക്യൂട്ടായിരിക്കും നമ്മുടെ മക്കളിനെയൊക്കെ കാണാനായിട്ട് അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെ ഈ ടർബൺ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഹെയർ കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കളക്ഷൻ തന്നെ നമ്മുടെ മീഷോയിലുണ്ട്. നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പീസ് റേറ്റിനൊക്കെ നമുക്ക് മാക്സിമം ഒരു 100 സംതിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു 4 പ്രൊഡക്റ്റിന് ഞാൻ കൊടുത്തത് 266 റുപ്പീസിനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്തായിട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തോന്നി. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള 4 കളറാണ്. ഈ ഒരു കളേഴ്സ് ഒക്കെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ഡ്രസ്സസിനും അതിനനുസരിച്ച് മാച്ച് ചെയ്തു പോകും. ഈ ഒരു ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ല, അതിന്റെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു ബോ ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല സൂപ്പർ പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാനിത് വാങ്ങിയ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, 266 റുപ്പീസിനാണ് ഈ ഒരു 4 പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത്. ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് എല്ലാ ബേബീസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ബേബി ടവലാണ് വന്നിരിക്കുന്നത്. ക്യൂട്ട് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബേബി ടവലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ട് വരുന്ന ബേബീസിന്റെ ഒക്കെ ഹെഡ് പോഷന്റെ ഭാഗത്ത് വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതില് ഒരു ഷേപ്പിലൊക്കെ വന്നിട്ട് കണ്ടില്ലേ, ക്യൂട്ട് ആയിട്ടുള്ള ഒരു പിങ്ക് ബോയ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാണാനും നല്ല രസമാണ് കേട്ടോ. ഇതിന്റെ ഒരു മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഒരു മൈക്രോ ഫൈബർ എന്നാണ് കണ്ടത്. മൈക്രോ ഫൈബർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു റോംബറ പോലെ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് തൊടുന്ന സമയത്ത് തന്നെയാണ് ഒരു ടച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിന്റെ മാക്സിമം ഉള്ള ആ ഒരു ക്വാളിറ്റി നമുക്ക് ഒരു ടച്ചിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നു അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിനൊക്കെ ഞാൻ പുറത്തു നിന്ന് കുറേ അധികം പ്രൊഡക്ട്സ് ഓഫ്ലൈൻ ആയിട്ടൊക്കെ വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഓൺലൈൻ ആയിട്ട് ഇങ്ങനത്തെ ടവൽസ് ഒക്കെ ഞാൻ ഒരു ബേബിക്ക് തന്നെ ഒരു 8 പീസോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ത്രൂ ഔട്ട് ഫുൾ ഓൺ വീക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 35 വീക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ ഒരു 32 വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 35 വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. സോ വല്ല NHC കെയർ എന്തെങ്കിലും ആവശ്യം വരുമോ എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരു 8 പീസോളം ഒരു ബേബീസിന് നല്ല അങ്ങനത്തെ കട്ടിയുള്ള ടവൽസ്, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ടവൽസ് അങ്ങനത്തെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഓൺലൈനായിട്ടും കുറച്ചധികം ടവൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ആയിട്ട് ഞാൻ വാങ്ങിയതിൽ നിന്നൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഈ ഓൺലൈൻ ആയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇത് കയ്യിൽ പെട്ടിട്ടുള്ളതാണ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് പിങ്ക് കളറാണ് ഞാൻ ചൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കളറിലായിക്കോട്ടെ ഡിഫറെന്റ് ഒരു പാറ്റേണുകളിലുള്ള കുറേ അധികം ടവൽസ് അതിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു പേജ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് പോലും. സോ ഞാൻ പിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുറത്ത് നിന്ന് ഇതേപോലെ എടുത്തതിൽ ഇതുപോലെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ടവൽ എനിക്ക് ഇതുപോലെ ഭയങ്കര ഒരു സ്പ്രിംഗ് ക്ലോത്തിൽ വരുന്ന ഒരു ടവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലൂ കളറ്. സോ അതിന് മാച്ച് ആയിട്ട് ഒരു പിങ്ക് കളർ കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ ഈ ഓൺലൈനിൽ ചെക്ക് ചെയ്തത്. ഈ ഒരു പെട്ടെന്ന് എനിക്ക് കണ്ണിൽ ക്യാച്ച് ആയത്. അങ്ങനെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ പുറത്തുനിന്ന് അത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങി അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് എനിക്ക് ഈ ഒരു ഇതിന്റെ തോന്നി കേട്ടോ. കാരണം അത് നല്ല തന്നെയാണ്. എങ്കിലും ഈ ഒരു പ്രൈസിന്, ആ പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയ്ക്കോ കൂടുതലാണല്ലോ. അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് ഒരു ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. ഒരു പിങ്കിൽ വന്നിട്ട് പോൾക്കാഡോട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നെഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആൻഡ് ഇതിന്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പാറ്റേൺ ഒക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് ചെവി പോലെയൊക്കെ കൊടുത്ത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബോയ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട് മൂക്കൊക്കെ ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ബേബീസ് ഒക്കെ ഇത് ജസ്റ്റ് കവർ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ക്യൂട്ട് ആയിരിക്കും കേട്ടോ. അത് കാണാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ. ഇത് ഞാൻ ഒരു തവണയൊന്നും അല്ല കേട്ടോ, ഒരു 5, 6, 7 തവണയൊക്കെ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ടാവും. ഇതിലും ഒരു തരം പ്രോബ്ലംസും ഇല്ല. എങ്ങനെയാണോ കയ്യിൽ കിട്ടിയ അതേ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ എപ്പോഴും ഇരിക്കുന്നത്. ഇതിൻ്റെയും ഈ ഒരു ടൈപ്പ് മുകളിലുള്ള ആ ഒരു ഇതൊക്കെ പൊങ്ങി വരിക അല്ലെങ്കിൽ ഇട്ട് പോരുക ഒരു പ്രോബ്ലംസും ഇല്ല. നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതും എനിക്ക് തോന്നുന്നു 10/10 ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുത്തിട്ടുള്ള പ്രൈസ് വന്നിട്ട് 200 സംതിങ് ആണ് കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല. 200 സംതിങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുത്തിട്ടുള്ള പ്രൈസ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള 5 പ്രൊഡക്റ്റും ഞാൻ മുന്നത്തെ വീഡിയോയിലത്തെ പോലെ തന്നെ ആഫ്റ്റർ റിവ്യൂ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഒന്നിൽ കൂടുതൽ തവണ വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് നല്ല പേഴ്സണലി നല്ല രീതിയിൽ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ, കംഫർട്ടബിൾ വൈസ് ഒക്കെ നല്ല ഗുണമാണ് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അതിൽ ഈ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ടവൽ ആൻഡ് റോംബർ, പിന്നെ ഉണ്ണികളുടെ സോക്സ് ആയിക്കോട്ടെ, ബേബിക്ക് വന്നിട്ടുള്ള സോക്സ് ആയിക്കോട്ടെ, ആ ടർബൺ ഒക്കെ സൂപ്പർ തന്നെയാണ് കേട്ടോ. അതിലൊക്കെ 10/10 ക്വാളിറ്റി തന്നെയാണ്. നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ജംസ്യൂട്ട് ആയിക്കോട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്ക് ചെറുതായിട്ടൊരു ഇഷ്ടക്കേട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ഓറഞ്ച് കളർ ബോം മാത്രമാണ്. ലിങ്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഡിസ്ക്രിപ്ഷന്റെ താഴെ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ പോലും ഞാൻ ക്വാളിറ്റി നോക്കിയിട്ട് വേറെ ഏതെങ്കിലും പേജിൽ ആ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കൂടി ഷെയർ ആക്കാം. കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ പിന്നെ കോഡും കാര്യങ്ങളൊന്നും തന്നിട്ട് നമുക്ക് വേറെ ഒരു കാര്യമില്ല. കാരണം അതുപോലെ തന്നെ നല്ല ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും ഒരു പേജിൽ ഉണ്ടെങ്കിൽ അത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യാം കേട്ടോ. കുറേയധികം പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറന്റ് യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതെന്ന് തോന്നിയിട്ടുള്ള ക്വാളിറ്റി വൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.